അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കളവ് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ പറ്റുന്നു. തൂങ്ങിപ്പോയ പാൽ, ഈ വിഷയം ജീവിത പാഠം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സ് തകർക്കാൻ ആയുധം വേണ്ട, ചിലപ്പോൾ തുടർച്ചയായി പറയുന്ന കള്ളങ്ങൾ മാത്രമാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വിഷയം ഒരു വ്യാപാരിയുടെ കഥ മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ദിവസേന സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ കാര്യമാണ് ഈ വിഷയത്തിലൂടെ പറയുന്നത്. പലരും പറയുന്നു, എനിക്ക് ഇങ്ങനെയൊന്നും സ്വഭാവം, ഈ ഒരു സ്വഭാവം ഞാൻ ഒരിക്കലും മാറില്ല. പക്ഷെ അത് സത്യമാണ്. വസ്ത്രം മാറുന്നത് പോലെ നമ്മുടെ ശീലങ്ങളും മാറുന്നു. മനസ്സിനെ പരിശീലിപ്പിച്ചാൽ ജീവിതം അത് മാറും. ഒരു ചെറിയ കഥയിൽ നമുക്ക് ഈ വിഷയം ഞാൻ പറഞ്ഞുതരാം. സ്പെയിനിൽ പ്രശസ്തനായ ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 എതിരാളികളുണ്ടായി. ഒരു ദിവസം അദ്ദേഹം തലപ്പാവ് ധരിച്ച് കടയിലേക്ക് പോവുകയായിരുന്നു. ആദ്യത്തെ എതിരാളി പറഞ്ഞു, എന്ത് മനോഹരമായ വലിയ തലപ്പാവ്. വ്യഭിചാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വെളുത്ത തലപ്പാവാണ്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇല്ല, ഇത് പച്ചയാണ്. മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞു, അല്ല, ഇത് നീലയാണ്. ഇതിനിടയിൽ വ്യാപാരിയുടെ, ഈ കച്ചവടക്കാരന്റെ ആത്മവിശ്വാസം പതറാൻ തുടങ്ങി. വീണ്ടും വീണ്ടും സ്വന്തം തലപ്പാവ് നോക്കാൻ തുടങ്ങി. അവസാനം 4ാമത്തെ എതിരാളി പറയുന്നു, ഇത് ചുവപ്പാണ്. ഇപ്പോൾ സത്യത്തിൽ ഈ കച്ചവടക്കാരന് തന്നെ സംശയത്തിലായി, എന്റെ തലപ്പാവ് നീലയാണോ, അതോ വെളുപ്പാണോ, അതോ ചുവപ്പാണോ? അവസാനം അദ്ദേഹത്തിന് മനസ്സ് തകർന്നുപോയി. ഒരു ഭ്രാന്തനെ പോലെ തെരുവിലൂടെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു കഥ ഒരു തലപ്പാവിനെ കുറിച്ചല്ല നാം പറയുന്നത്. മനസ്സിനെ എങ്ങനെ തകർക്കാം എന്നതിനെ കുറിച്ചാണ്. ഇന്നും പലരും മറ്റുള്ളവരെ അപമാനിക്കുന്നു, പരിഹസിക്കുന്നു. അങ്ങനെ എല്ലാ കഥകളും ഓരോ വ്യക്തികളുടെ പേരിലും പറഞ്ഞിറക്കുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ കാണുന്നത്. തുടർച്ചയായി നെഗറ്റീവ് വാക്കുകൾ പറയുന്നു. അവസാനം ആ വ്യക്തി തന്നെ സ്വയം സംശയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശക്തി, അവന്റെ ആ കരുത്ത്, അത് അവന്റെ ഉറച്ചൊരു വിശ്വാസമാണ്. വിശ്വാസമാണ് മുസ്ലിമിന്റെ ശക്തി. ജനങ്ങൾ എന്ത് പറഞ്ഞാൽ സത്യം അറിയുന്നവൻ ഒരിക്കലും തന്നെ തളരുകയില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഹൃദയം അത് എളുപ്പത്തിൽ തകരുകയില്ല. അത് വിശ്വാസത്തിന്റെ പവറാണ്. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മോശക്കാരനാകുന്നില്ല. നിങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് സത്യമാകുന്നില്ല. എനിക്കറിയില്ല എങ്കിൽ ആ വിഷയം പഠിക്കുക. എനിക്ക് പറ്റില്ല എങ്കിൽ അത് പറ്റുന്ന കാര്യം ശ്രമിക്കുക. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിനു വേണ്ടി ശ്രമിക്കുക. എനിക്കറിയില്ല എന്ന് പറയുന്നതിന് പകരം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്ന സംഭവം അത് വീട് പോയ ഒരു സ്വത്താണ്. അത് എവിടെ കണ്ടാലും അത് നമ്മൾ പൊറുക്കിയെടുക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു. അറിവ് പഠനത്തിലൂടെയാണ് നേടുന്നത്. അതിനാൽ നല്ലത് മാത്രം സ്വീകരിക്കുക, ചീത്ത വാക്കുകൾ മനസ്സിലേക്ക് കയറാൻ അനുവദിക്കരുത്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ മൂല്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സത്യത്തിൽ ഉറച്ചു നിർത്തട്ടെ എന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരു ഘട്ടം ജീവിതം തകർക്കും, മനസ്സ് തകർക്കും, നമ്മുടെ വിശ്വാസം ഇതിനൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അതുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾക്കും തന്നെ എത്താൻ കഴിയില്ല. ഈ ഒരു കഥ ഒരു കച്ചവടക്കാരന്റെ ജീവിതത്തെ തകർത്ത ഒരു മനഃശാസ്ത്രപരമായ ഒരു കഥയിലൂടെ ഉറച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രാധാന്യം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. നെഗറ്റീവ് വാക്കുകൾക്ക് അടിമപ്പെടാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു ജീവിത പാഠമാണിത്. അവിടെ നമുക്ക് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ജോലിയിലും, എൽമിലും, കുടുംബജീവിതത്തിലും, സമ്പത്തിലും, ആരോഗ്യത്തിലും, സമയങ്ങളിലും, അറിവിലും, എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല എപ്പിസോഡുകളായിട്ട് പറയാം. അസ്സലാമു അലൈക്കും.